Meet the editors. വരുന്നത് വലിയ പോരാട്ടമോ എന്നാണ് ചോദ്യം. നമുക്കിപ്പം പിയാസുൻ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. പിയാസുനിൽ, വെരി ഗുഡ് ഈവനിങ് പിയാസുനിൽ, വെൽക്കം. പിയാസുനിൽ നമുക്കിനി അവശേഷിക്കുന്നത് കുറച്ച് സമയം മാത്രമാണ്, ഏകദേശം അരമണിക്കൂറിൽ താഴെയുള്ളൂ. നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ വാദങ്ങളിലേക്ക് എത്താം. ചോദ്യം ഇതാണ്, പോരാട്ടം കടുക്കുമോ എന്നുള്ളതാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ വെച്ചുകൊണ്ട് UDF പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് പത്രങ്ങളിലേക്ക് പരസ്യം വന്നു. പ്രചരണം നേരിട്ട് തെരുവുകളിലേക്ക് അവർ കൊണ്ടുപോകുന്നു. അതേസമയം അതിനെ ഒരു ഫ്രീ ബി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തുകയാണ് സർക്കാർ. ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഇതിലുള്ള വിമർശനം. പോരാട്ടം കടുക്കുമോ? ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കോൺഗ്രസിനായാലും UDF-നായാലും അപ്പുറത്ത് LDF-നായാലും CPM-നായാലും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. 2024 ശേഷം കഴിഞ്ഞ 3 വർഷങ്ങളിൽ, അതായത് 2024, 25 പൊളി വർഷം, ഈ 3 വർഷങ്ങളിലായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അതിൽ 2024 നടന്നിട്ടുള്ള എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ്. 2025 നടന്നിട്ടുള്ള 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അത് ബീഹാറിലും ഡൽഹിയിലുമായിരുന്നു. 2ഇടത്തും കോൺഗ്രസിന് ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. 2026 ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 5 സംസ്ഥാനങ്ങൾ, അതിലൊന്ന് കേരളമാണ്. കേരളത്തിലും രണ്ടാമത്തെ സംസ്ഥാനമായ അസമിലും മാത്രമാണ് കോൺഗ്രസ് പ്രതിപക്ഷത്തുള്ളത്. മറ്റ് 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയില്ല. ഇതിൽ അസമിൽ തീരെ പ്രതീക്ഷയില്ല. അവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ കുറവാണ്. അപ്പോൾ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസിന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ ആ പ്രതീക്ഷ കേരളത്തിൽ മാത്രമാണുള്ളത് അധികാരത്തിലെത്താൻ. ഇനി LDF-നെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല എങ്കിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ലാത്ത പാർട്ടിയായി ഇടതുപക്ഷവും CPIM-ഉം മാറുകയാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടിന് ശേഷം അങ്ങനെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ലാത്ത പാർട്ടിയായി ഇടതുപക്ഷവും CPIM-ഉം മാറുകയാണ്. അപ്പോൾ ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സവിശേഷതകൾ. മൂന്നാമത്തത് BJP-യെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാകുന്നത് ഇത്തവണ ഒരു 2 സീറ്റെങ്കിലും കേരളത്തിൽ നേടാൻ BJP-ക്ക് സാധിച്ചില്ല എങ്കിൽ ഈ പണിയും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല എന്ന് അമിത്ഷായും മോദിയും തീരുമാനിക്കും. അപ്പോൾ ഈ 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ പ്രചരണ രംഗത്തൊക്കെ കാണുന്ന വീറും വാശിയും ഒക്കെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. LDF സർക്കാരിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്ത് നടത്തിയിട്ടുള്ള വലിയ വികസന പദ്ധതികളാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറുപ്പ് ചീട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് പ്രളയം കണ്ടു, കോവിഡ് കണ്ടു, ഓക്കി, അതുപോലെ തന്നെ നിപ്പ, അതുപോലെ വയനാട്ടിലെ ചൂരൽമല ദുരന്തം പോലുള്ള വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് 10 വർഷം LDF സർക്കാർ മുന്നോട്ട് പോയത്. എന്നിട്ടും വലിയ വികസന പദ്ധതികൾ നടപ്പാക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് LDF സർക്കാർ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇന്നിപ്പോൾ പെരുമ്പളം പാലം ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള വലിയ നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ ഒരു വികസനമാണ് പ്രധാന ലക്ഷ്യം എന്ന് മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നത്. UDF ആണെങ്കിൽ 2016 മുൻപുള്ള UDF-ന്റെ ഇരുണ്ട കാലം എന്നൊക്കെ പ്രചരണമുണ്ടെങ്കിലും വിവാദ വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് ശക്തമായി സർക്കാരിന് പ്രതിരോധത്തിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിനായി സ്വർണ്ണക്കൊള്ളയും അതുപോലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുമൊക്കെ തന്നെ UDF ഉയർത്തുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും വിജയിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് വേണമെങ്കിൽ അമ്പിളിയമ്മാവനെ വേണമെങ്കിൽ പിടിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനത്തിലേക്ക് ഇന്നലെ UDF നീങ്ങിയത്. അതാണല്ലോ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ഡിഗ്രി കോളേജ് വിദ്യാഭ്യാസം നടത്തുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ ക്ഷേമ പെൻഷൻ 2000-ൽ നിന്ന് 3000 രൂപ വരെയാക്കുന്നു, 25 ലക്ഷം വരെ ഇൻഷുറൻസ് എല്ലാ കുടുംബങ്ങൾക്കും പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇത് വലിയ പ്രഖ്യാപനമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നടപ്പാക്കുക എന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നത് വലിയ ചോദ്യമാകുമ്പോഴും കോൺഗ്രസ് കടത്തിവെട്ടിയുള്ള വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. അതുകൊണ്ട് വലിയ പ്രഖ്യാപനം
തീരുമാനം ഒരു വശത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, മറുവശത്ത് കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയ വികസനം മുന്നോട്ട് വെച്ച് LDF സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ കേരളത്തിലെ വോട്ടുകൾ പിളർത്തി ഒരു കുറച്ച് സീറ്റുകളെങ്കിലും വിജയിക്കുക എന്ന ലക്ഷ്യവുമായി BJP മുന്നോട്ട് പോകുന്നു. ഏതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയിട്ടുള്ളത് 41 സീറ്റാണ്. ആ 41 സീറ്റിനൊപ്പം 30 സീറ്റുകൾ കൂടി വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ UDF കേരളം ഭരിക്കുകയുള്ളൂ. ആ 30 സീറ്റ് എങ്ങനെ പിടിക്കും എന്നത് UDFനെ സംബന്ധിച്ച് വലിയ ചോദ്യമാണ്. നിലവിലുള്ള സിറ്റിംഗ് 41 സീറ്റുകൾ UDF നിലനിർത്തുകയും വേണം, 30 സീറ്റ് അധികമായി പിടിക്കുകയും വേണം. അപ്പോൾ മലബാർ മേഖലയിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാസർഗോഡ്, കണ്ണൂര്, അതുപോലെ തന്നെ വയനാട് 3 ജില്ലകളിൽ വലിയ പ്രതീക്ഷ UDFന് വെച്ചു പുലർത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതേസമയം മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരുപക്ഷെ UDFന് അവിടെ മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കും. അതിൽ മലപ്പുറത്ത് കഴിഞ്ഞ തവണ പരമാവധി സീറ്റുകൾ നേടി. ഇനി തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ തിരുവനന്തപുരവും കൊല്ലവും അതുപോലെ തന്നെ ആലപ്പുഴയിലും വലിയ പ്രതീക്ഷ UDFനുണ്ടാകില്ല. അതേസമയം മധ്യ കേരളത്തിൽ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ UDF മേൽക്കൈ ഉണ്ടാക്കിയേക്കാം. പക്ഷേ വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ 30 സീറ്റിലധികം പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം നമുക്ക് പരിശോധിച്ചാൽ അറിയാം. 3% വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് LDFും UDFും തമ്മിൽ കേരളത്തിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നെക്ക് ടു നെക്ക് ഫൈറ്റായിട്ട് മാറുകയാണ് UDFനും LDFനും ഇടയിൽ. അതിനിടയിൽ 30 സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ വലിയ രാഷ്ട്രീയ നീക്കത്തിന് BJPയും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് BJP വലിയ ഫാക്ടറാകും ഈ തെരഞ്ഞെടുപ്പിൽ. ഒപ്പം BJP പിടിക്കുന്ന സീറ്റുകൾ, വോട്ടുകൾ അത് ആർക്കനുകൂലമാകും എന്നത് ഒരു നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമായി കേരളത്തിൽ ഇപ്പോൾ മാറുകയാണ്. സ്മൃതി, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഇടതുപക്ഷത്തിനൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു 3% വോട്ട് ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. 7 ജില്ലാ പഞ്ചായത്തുകൾ തുല്യമായിട്ട് കിട്ടുന്നൊരു സാഹചര്യമുണ്ടായി പൊളിറ്റിക്കലി. അപ്പോൾ ഒരു കടുത്ത മത്സരം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് തന്നെ ഉള്ളിൽ സമ്മതിക്കുന്നുണ്ട്. അതാണ് കനകോലുവിൻ്റെ റിപ്പോർട്ടും പറയുന്നത്. അതൊരു ആത്മവിശ്വാസം കൊടുത്തു. അതിനുശേഷം തുടർച്ചയായിട്ട് വികസന പദ്ധതികളിൽ ഊന്നിയുള്ള പ്രചരണം ശക്തമാക്കുന്നു. പ്രതിപക്ഷം PR എന്ന് വിളിക്കുന്ന PR തന്നെയാണ്. പരസ്യ പ്രചരണങ്ങൾ ശക്തമാക്കുന്നു പല വിധത്തിലും. വയനാട് ടൗൺഷിപ്പിൽ ഉദ്ഘാടനം വരുന്നു. മമ്മൂട്ടി പോലും ഏറ്റവും ഒടുവിൽ അവിടേക്ക് വരുന്നു. PR വർക്കിൻ്റെ ഭാഗമായിട്ട് പത്രങ്ങളിലുള്ള പരസ്യം നമ്മൾ കണ്ടു. DA സന്ദേശം നമ്മൾ കണ്ടു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ ഇരുപക്ഷവും കരുത്താർജിക്കുകയാണോ? പ്രചരണങ്ങളിലൂടെ പോരാട്ടം കടുക്കും. സുനിൽ പറഞ്ഞ പോലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. 2 കൂട്ടരെ സംബന്ധിച്ചും ജീവൻ മരണ പോരാട്ടമാണ്. അപ്പോൾ എല്ലാ ശക്തിയും ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഡോക്ടർ അരുൺ ഇപ്പോൾ പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലമാണല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ 5 ഉപതെരഞ്ഞെടുപ്പുകൾ വെച്ച് കണക്ക് കൂട്ടി വരണം. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഇടതു ഭരണകാലത്ത് വന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലെ ഫലം എങ്ങനെയായിരുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ഇടതുപക്ഷം മാത്രം ജയിച്ചുകൊണ്ടിരുന്ന സംവിധാനത്തിലാണ് ഈ ചെറിയ ശതമാനം എന്നുള്ള കണക്കുകൾ കൂടുതൽ കണക്കുകളിലേക്ക് പോകുമ്പോഴൊക്കെ അത് സംഭവിക്കുമ്പോഴും പലയിടത്തും സീറ്റുകൾ പിടിച്ചെടുത്തു എന്നുള്ള യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അത് ഇടതുപക്ഷം കൃത്യമായി മനസ്സിലാക്കുന്നുമുണ്ട്. അത് അകത്ത് അവർ ചർച്ച ചെയ്യുന്നുമുണ്ട്. പുറത്തേക്ക് പറയുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല എങ്കിൽ കൂടി തീർച്ചയായിട്ടും പൂർണ്ണമായും തകർന്നിട്ടില്ലല്ലോ എന്ന് ആശ്വസിക്കാം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആത്മവിശ്വാസം കൂട്ടുന്ന ഘടകമല്ല, അത് കുറയ്ക്കുന്ന ഘടകമായിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ വികസന പദ്ധതികൾ എല്ലാം തന്നെ ഉദ്ഘാടന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിതാ നേരത്തെ പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ ഇതാ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതും കോടികളുടെ പദ്ധതികളാണ്. അതിന് പരസ്യം കൊടുക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഇളക്കം ഉണ്ടാക്കുന്നുണ്ട്. ആളുകളിലേക്ക് അത് എത്തുന്നുമുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. അപ്പുറത്ത് ഇതിലൊരു കൗതുകമായി തോന്നിയത് ഇന്നലെ 5 ഗ്യാരണ്ടികൾ കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോഴേക്കും എത്ര പെട്ടെന്നാണ് എല്ലാ മന്ത്രിമാരും അതിനോട് പ്രതികരിക്കാൻ വരുന്നത്. അതിലൊരു അസ്വാഭാവികത തോന്നുകയാണ്. അങ്ങനെ ഒരു പ്രതികരണത്തിന്റെ ആവശ്യമുണ്ടോ? അവർക്കൊരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നിക്കുന്നതാണ് ആ പ്രതികരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകമുള്ള പ്രതികരണമായി തോന്നിയത് ഗതാഗത മന്ത്രിയുടെ പ്രതികരണമാണ്. മന്ത്രി KB ഗണേഷ് കുമാർ പറയുകയാണ്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അത് നടപ്പാക്കുകയാണെങ്കിൽ 50 കോടിയെങ്കിലും KSRTCക്ക് നഷ്ടമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യം നൽകുന്നത് ഒരു നഷ്ടമുണ്ടാക്കുന്ന പണിയാണ് എന്ന് പറയുമ്പോൾ ഇതൊരു ബിസിനസ്സായി അതിനെ കാണുന്നു എന്നും അതൊരു സമീപനത്തിന്റെ പ്രശ്നമാണ്. ഇത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് പൊതുഗതാഗതത്തെ ഒരു ലാഭകരമായ ബിസിനസ്സാക്കി കാണുകയല്ല. തീർച്ചയായും നഷ്ടത്തിൽ പോയി അതിലെ ജീവനക്കാർക്ക് തൊഴിലില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതൊരു ലാഭകരമായ വലിയ ബിസിനസ്സായി കൊണ്ടുവരിക എന്നുള്ളതല്ലല്ലോ. പൊതുഗതാഗതം എന്നുള്ളത് അതിൽ സൗജന്യങ്ങൾ വരും, ചില ഇളവുകൾ വരും. അത് നമുക്കറിയാം. കുട്ടികൾക്കൊക്കെ സ്കൂൾ കുട്ടികൾക്ക് ഇളവ് കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ. അത് എന്തുകൊണ്ടാണ്? അതൊരു സമീപനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സമീപനം അവിടെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള വിഷയം. ഇനി ഈ പറഞ്ഞ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ലല്ലോ. ഇവിടെ നല്ല വിദ്യാഭ്യാസവും അത്യാവശ്യം നല്ല ജോലിയും ഉള്ളവരാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ
ആരാണ് പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നത്? ആരാണ് KSRTC ബസ്സുകളെ ആശ്രയിക്കുന്നത്? ഇപ്പോൾ ലോങ് റൂട്ടിലേക്കൊക്കെ യാത്ര പോകും, എല്ലാവരും പോകും എന്ന് കണക്കാക്കാം. വേണമെങ്കിൽ ഒരു KSRTC ബസ് അനുഭവം എന്നുള്ള രൂപത്തിൽ ആളുകൾ പോകുമെന്ന് മനസ്സിലാക്കാം. അല്ലാതെ ഡേ ടു ഡേ ലൈഫിൽ അതിനെ സ്ഥിരമായി ആശ്രയിക്കുന്നവർ സാധാരണ തൊഴിലാളികളാണ്, സാധാരണ ആളുകളാണ്. ചെറിയ ശമ്പളം കിട്ടുന്നവരാണ്. 3000, 4000, 5000 രൂപ ശമ്പളം കിട്ടുന്നവർ വരെ ഉണ്ടാകാം. അവർക്ക് ഒരു വലിയ തുക അതിൽ നിന്ന് ലാഭിക്കാൻ കഴിയില്ലേ? അപ്പോൾ അത് അവരെ ശാക്തീകരിക്കില്ലേ? അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം വന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ആശയത്തെ പെട്ടെന്നുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായി പെട്ടെന്ന് വന്ന ഒരു തള്ളായും ഒക്കെ കാണുന്നത് അതിന് ചുരുക്കി കാണലാണ്. നമ്മളൊരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി ഓരോ വിഷയത്തെയും കാണേണ്ടതുണ്ട്. ഇപ്പോൾ അവരൊരു പ്രഖ്യാപനങ്ങൾ നടത്തി അത് ഞങ്ങൾ പഠിക്കട്ടെ എന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. പിറ്റേ ദിവസം തന്നെ അതൊരു തള്ളാണെന്ന് പറയുന്നു. മാത്രമല്ല, ഇന്ന് പാർട്ടി പത്രത്തിൽ ആരോഗ്യം വിൽക്കുമെന്ന തലക്കെട്ടിലാണ് തെലങ്കാന കർണാടക മോഡലിലാണ് കോൺഗ്രസ് നീങ്ങുന്നതെന്ന് പറയുകയാണ്. എങ്ങനെയാണ് അങ്ങനെ പറയുക? കാരണം ഈ പുതുയുഗ യാത്രയ്ക്ക് ശേഷം ആരോഗ്യ മേഖലയിലെ വിദഗ്ധരെയൊക്കെ കണ്ടുകൊണ്ട് കൃത്യമായ പഠനം നടത്തി, കോൺക്ലേവ് നടത്തിയിട്ടൊക്കെയാണ് ഒരു പഠനം നടത്തി ഒരു വിശദമായ റിപ്പോർട്ട് തന്നെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് എന്ന് പൂർണ്ണമായി അറിയാതെ ഇവിടെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ, അതിൽ പറയുന്ന വാദം ഇതാണ്: ആരോഗ്യമന്ത്രിക്കെതിരെ നടക്കുന്ന സമരങ്ങളും ഈ പറയുന്ന കരിങ്കൊടി പ്രതിഷേധമൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളെ സഹായിക്കാനാണെന്ന് പറയുന്ന ഒരു വാദമാണ്. അത് എത്രത്തോളം നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന വാദം എന്താണ്? ഇപ്പോൾ KSRTCയുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു, അത് നടപ്പായില്ല എന്ന് ചിലർ പറഞ്ഞു. ചിലർ പറഞ്ഞത് നഷ്ടത്തിലായി എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, കണക്കുകൾ വരുന്നുണ്ട്. ഈ സൗജന്യ യാത്രാ പദ്ധതി പ്രഖ്യാപനത്തിന് ശേഷം ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ വരുമാനത്തിൽ വലിയ വർധനയുണ്ടായി എന്നുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. 4 കോർപ്പറേഷനുകളുടെ വരുമാനം പദ്ധതിക്ക് മുമ്പ്, അതായത് 2022 മെയ് 2023 വരെയുള്ള കാലത്തിനിടയ്ക്ക് 3401.54 കോടി രൂപയായിരുന്നുവെങ്കിൽ പദ്ധതി നടപ്പാക്കിയ ശേഷമുള്ള വരുമാനം 4594.23 കോടി രൂപയായി ഉയർന്നു എന്നുള്ള കണക്കുകളുണ്ട്. അപ്പോൾ കർണാടക SRTC വരുമാനം ശക്തി പദ്ധതിക്ക് ശേഷം കർണാടക SRTC എക്കാലത്തെയും ഉയർന്ന വരുമാനമായ 3930 കോടി രൂപ നേടിയെന്നുള്ള കണക്കുകളുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കൊരു സൗജന്യം നൽകിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നഷ്ടത്തിലാകും എന്നുള്ളത് സമീപനത്തിലെ പ്രശ്നമാണ്. അത് മുഴുവൻ ഇടത് സർക്കാരിലെ അല്ലെങ്കിൽ ഇടത് മന്ത്രിമാർക്ക് മുഴുവൻ ആ അഭിപ്രായമുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അത് ഈ സൗജന്യം എന്ന് പറയുന്നത് ഭയങ്കരമായൊരു പോഷ്കാണ് എന്ന രൂപത്തിൽ പ്രതികരണം നടത്തിയത് ഗതാഗത മന്ത്രിയാണ്. അതൊരു ശരിയായ സമീപനമല്ല. എങ്ങനെയാണ് ഇപ്പോൾ KSRTC ലാഭത്തിലായത്? ഗതാഗത മന്ത്രി ഉറപ്പായിട്ടും KB ഗണേഷ് കുമാർ നല്ല മന്ത്രിയാണ്, മുൻകാലങ്ങളിൽ നല്ല മന്ത്രിയാണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. അതിൽ ചില അദ്ദേഹത്തിൻ്റെതായ പരിപാടികൾ നടപ്പാക്കിയപ്പോൾ കുറെ പേരെങ്കിലും തൊഴിലാളികൾ ഒഴിവാക്കിയിട്ടൊക്കെയാണ് നടപ്പാക്കിയിരിക്കുന്നത്. ഇത് ഈ സൗജന്യം കൊണ്ട് നഷ്ടമാകുമെന്ന് പറഞ്ഞാൽ അത് വേറെ രൂപത്തിൽ ആ വരുമാനം ഉണ്ടാക്കാനുള്ള വഴികൾ ഉണ്ടാക്കണമെന്നേ. അങ്ങനെ കൂടി ആലോചിക്കുമ്പോഴല്ലേ എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു രീതിയാവുക. അപ്പോൾ സ്ത്രീകളുടെ സൗജന്യം എന്നുള്ളൊരു വലിയ പ്രശ്നമായി കാണുകയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഈ ആരോപണങ്ങളും അത് അംഗീകരിക്കാനാവുന്നതല്ല. തിരിച്ച് ഇടതുപക്ഷത്തിനും ഇനി പ്രഖ്യാപനങ്ങൾക്ക് സമയമുണ്ട്. അവരുടെ പ്രകടന പത്രിക ഒരുപക്ഷെ ഇതിലും മികച്ചതായി കൊണ്ടുവരാനുള്ള സമയം ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിലും നല്ല പദ്ധതികൾ ആലോചിക്കുക. ഇപ്പോൾ എല്ലാം നടപ്പാക്കി എന്ന് പറയുമ്പോൾ ഇനിയും തുടർച്ചയുണ്ടായാലേ വികസനം മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ അടുത്ത വികസന പദ്ധതികൾ അപ്പുറത്ത് പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പോസിറ്റീവായ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന രൂപത്തിൽ അത് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എല്ലാ ഘട്ടത്തിലും നമ്മൾ പറയാറുള്ളത് വഴി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ കണ്ടതുപോലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിലെ സ്വഭാവമുണ്ടല്ലോ, അതിൽ ഈ പറയുന്ന വർഗീയത കലർന്ന പ്രഖ്യാപനങ്ങളും സ്ഥാനാർത്ഥികളെ വർഗീയവാദിയാക്കുന്ന രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങളും അനാവശ്യമായ പ്രചാരണങ്ങളും ഒക്കെ ആശങ്കപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആത്യന്തികമായി ലാഭമുണ്ടാക്കുക BJP ആണെന്നുള്ളതാണ്. ആ ആലോചന ഇരുകൂട്ടർക്കും ഉണ്ടായാൽ നന്ന് എന്നതാണ്. വലിയ പോരാട്ടമോ എന്നുള്ളതാണ് ചോദ്യം. മധു, പ്രകടന പത്രികകൾ പുറത്തിറങ്ങുന്നതിന് മുൻപ്, സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുൻപ് പ്രകടന പത്രിക എന്ന നിലയ്ക്കു തന്നെ UDF മുന്നോട്ട് വെച്ചിരിക്കുന്നതാണ് രാഹുൽ ഗാന്ധി പുതുയുഗ യാത്രയുടെ സമാപന വേളയിൽ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടി എന്ന് പറയുന്നത്. കടുത്ത പരിഹാസമാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അതിനെതിരെ ഉയർന്നിരിക്കുന്നത്. പരിഹാസം മാത്രമല്ല, ആക്രമണവും ഉണ്ടായിരിക്കുന്നു. മന്ത്രിമാർ നിരന്നു നിന്ന് പ്രതിരോധിക്കുന്നു. ഇത് വിശ്വസിക്കില്ല എന്നുള്ളതാണ് പ്രഖ്യാപനം. വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസ് ഇതുവരെ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ലംഘിച്ചിട്ടില്ലേ എന്ന ചോദ്യം വെച്ചുകൊണ്ടാണ്. വയനാട് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതിൽ ആ വാക്കുപാലിക്കാൻ കോൺഗ്രസിന് സാധിക്കാത്തത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രചാരണ വേളയിൽ വലിയ തോതിൽ ഉത്തരം മുട്ടിക്കുന്ന ഒരു ഫാക്ടറായി മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഒരു വീട് പോകട്ടെ, ഈ പറയുന്ന എണ്ണം പറഞ്ഞ വീടുകൾക്കപ്പുറത്ത് ഒരു വീട് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിന് കൈമാറാൻ സാധിച്ചിരുന്നുവെങ്കിൽ, കോൺഗ്രസിന് എന്നാണ് ഞാൻ പറയുന്നത്, കൈമാറാൻ സാധിച്ചിരുന്നെങ്കിൽ ചിത്രം തന്നെ വ്യത്യസ്തമാകുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ പരിഹാസം എന്ന് പറയുന്നത് ഒരു അവകാശം പോലെ, അത് ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലാണെങ്കിലും അത് കൈയാളുന്ന ഒരു രാഷ്ട്രീയ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അത് പരിഹാസ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പരിഹാസം കൊണ്ടല്ല, ആശയങ്ങൾ കൊണ്ടാണ് ഒരാളെ നേരിടേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ
വികസനമായിരിക്കും ചർച്ച എന്നതിൽ ഒരു സംശയവുമില്ല. ഒരൊറ്റ മാസം മുമ്പുള്ള കേരള രാഷ്ട്രീയത്തിന്റെ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വിവാദങ്ങളെ ചുറ്റിപ്പറ്റി നിന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വിവാദങ്ങളെ ചുറ്റിപ്പറ്റി നിന്നതാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം, അത് SDP രാഷ്ട്രീയം, അത് RSSന്റെ രാഷ്ട്രീയം, അത് ന്യൂനപക്ഷ ഭൂരിപക്ഷ രാഷ്ട്രീയം, അത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം, അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം, ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞു നിന്നതാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് CPMന് സാധ്യമായ ഒരു വലിയ വിജയമെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കാര്യം അതിനെ വികസനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായും അത് സൈബർ ക്യാമ്പയിനുകളിലൂടെ തന്നെയാണ്. ഇരുണ്ട കാലം എന്നുള്ള പ്രചാരണം അതിന് വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയ ഒന്നാണ്. അതിനപ്പുറം PR കാര്യങ്ങളൊക്കെ ചർച്ചയായപ്പോഴും വികസനം മുന്നോട്ട് വെക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ഉദ്ഘാടനങ്ങളൊക്കെ അതിന് വലിയ തോതിൽ ഊർജ്ജവും ഇന്ധനവും നൽകുന്ന കാര്യമാണ് എന്നത് പറഞ്ഞു വെക്കാതെ പോകാൻ കഴിയില്ല. ഇനി പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ഓരോ വർഷത്തെയും എടുത്തു പറഞ്ഞതാണ്. ക്ഷേമ പെൻഷൻ 2000 രൂപയിൽ എത്തി നിൽക്കുന്ന സമയത്ത് അതിൽ UDFന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 100 രൂപ മാത്രമാണ്. മറ്റെല്ലാം എല്ലാ കാലങ്ങളിലും കൃത്യമായി CPMന്റെ ഭരണം വന്നപ്പോൾ ഉണ്ടായതാണ് എന്ന് ഉറക്കെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്നലത്തെ 3000 രൂപ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനമാണ്. അങ്ങനെ ഒരു വിവാദം ഉണ്ടായി വരുമ്പോൾ അതിൽ നിന്ന് നമുക്കെന്ത് നമ്മുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായി മുന്നോട്ട് വെക്കാൻ കഴിയുന്നു എന്ന ഒരു ചോദ്യം CPMഉം ഇപ്പുറത്ത് കോൺഗ്രസും എടുക്കുകയാണ് എങ്കിൽ തൽക്കാലം ഈ വിവാദങ്ങൾ, അതായത് ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദങ്ങളിൽ അനുകൂലമായ ഒരു തരംഗമുണ്ടാക്കിയെടുക്കാൻ CPMന് സാധിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. ഇനി മറ്റൊന്ന് നമ്മൾ പറയാതെ പോയത് PSCയുടെ പ്രായപരിധി 40 വയസ്സ് വരെ എന്നുള്ളത് ഒരു മാസ്റ്റർ സ്ട്രൈക്ക് എന്ന നിലയ്ക്ക് തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒന്നാണ്. കേരളത്തിന് പ്രത്യേകമായ സാഹചര്യങ്ങളിൽ സർക്കാർ ജോലിയോട് അദമ്യമായ ആഗ്രഹം വെച്ചു പുലർത്തുന്ന യുവജനങ്ങളുള്ള ഇടത്ത് അത് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. പക്ഷേ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട്, നിയമനവുമായി ബന്ധപ്പെട്ട്, തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് അപ്പുറത്ത് ചോദ്യങ്ങൾ ഉയരേണ്ടതാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ ഈ രാഷ്ട്രീയ ഘട്ടത്തിൽ ഉയർത്താതെ കോൺഗ്രസ് ഇരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. റാങ്ക് ലിസ്റ്റിൽ എന്തിന് പിൻവാതിൽ നിയമനം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. റാങ്ക് ലിസ്റ്റിൽ കപ്പലണ്ടി പൊതിഞ്ഞു കൊടുത്ത റാങ്ക് ലിസ്റ്റിലെ 1ാം റാങ്കുകാരെ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടു. കപ്പലണ്ടി പൊതിഞ്ഞു കൊടുത്തവരെ നമ്മൾ കണ്ടു. മുട്ടിൽ ഇഴഞ്ഞ ഇവിടെ സമരം നടത്തുന്നവരെ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടു. 2% LP അധ്യാപകരുടെ നിയമനത്തിൽ 2% മാത്രം നിയമനമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ കണ്ണുനീരും കൈയുമായി ഒരു പ്രൊഫസർ നിയമനവുമായി ഇവിടെ പഴയ ഒരു SFI കാരിയെ ഇവിടെ മാധ്യമങ്ങളെ കണ്ടത് നമ്മൾ കണ്ടപ്പോൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ നമ്മൾ ആരോട്, അതായത് നമ്മളൊരു ഒരു 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 യുദ്ധതന്ത്രം മെനയുന്ന സമയത്ത് ആരോട് എന്തുകൊണ്ട് പോരാടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ വരുന്നത് ഇടതു രീതിയിലാണ്. VD സതീശൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാണ് ഇടതുപക്ഷം, CPM വലതുപക്ഷമാണെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത് ഇടതു ശൈലിയിലാണ്. സാധാരണ ഇടതു സർക്കാർ മുന്നോട്ട് വെക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് വന്നിരിക്കുന്നത് എന്നത് പ്രധാനമാണ്. അപ്പോൾ അവിടെ രാഷ്ട്രീയം പറഞ്ഞാണ് സാധാരണഗതിയിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കാറുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണമെങ്കിൽ ഇവിടെ ഇടതു ശൈലി, അത് കേരളം അതിന് പരുവപ്പെട്ടു എന്ന് പോയൊരു 10 വർഷക്കാലം കൊണ്ട്, ഒരു 15 വർഷക്കാലം കൊണ്ട് കോൺഗ്രസിന് കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ അങ്ങനെ പരുവപ്പെട്ടു പോയിരിക്കുന്നു കേരളത്തിന്റെ രാഷ്ട്രീയം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായി പരിഗണിക്കേണ്ടത് എന്തായിരിക്കും ട്രെൻഡ് എന്നുള്ളതാണ്. ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ റിസൾട്ടിന്റെ അന്നത്തെ ദിവസം വരെ ഈ നിലയ്ക്കാണ് കേരളം വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് ഉറച്ച ബോധ്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ തർക്കത്തിന് തയ്യാറാണ്. ആ നിലയ്ക്കുള്ള ഒരു വലിയ ട്രെൻഡ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 3% വോട്ട് വ്യത്യാസം എന്നുള്ള ശതമാനം കണക്കൊന്നുമല്ലെന്നേ. ആ ശതമാനം എവിടെ നിന്നാണ് ഉണ്ടായത്? പക്ഷെ ഒരു ട്രെൻഡ് ബോധ്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിനനുസൃതമോ അതിനപ്പുറത്തേക്കുള്ള ഒരു നിലപാടോ കേരളത്തിൽ വോട്ടർമാർക്കുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമായിരിക്കും എന്നത് പ്രധാനമാണ്. ആ നിലയ്ക്ക് തന്നെ ഉള്ള വലിയ ഒരു തീരുമാനം ജനങ്ങൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ഈ PR-ഓ ഈ ട്രെൻഡോ ഈ പറയുന്ന ആത്മവിശ്വാസം അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആത്മവിശ്വാസമോ അതിനപ്പുറത്തേക്കുള്ളൊരു വിധി എടുത്തുണ്ടായിരിക്കും എന്നുള്ളതാണ്. PR തന്ത്രങ്ങളിൽ ഏറ്റവും അവസാനം കണ്ടത് ഈ മമ്മൂട്ടിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദമാണ്. കേരളം ഇന്നലെ ഒരൊറ്റ ദിവസം മുഴുവനും ചർച്ച ചെയ്തത് മമ്മൂട്ടിയുടെ വയനാട് സന്ദർശനമാണ്. അദ്ദേഹത്തിൻ്റെ വളരെ വ്യക്തിപരമായ തീരുമാനമാണോ അതോ അത് വളരെ കമ്പൈൻഡ് ആയിട്ടൊരു തീരുമാനമാണോ എന്നുള്ളതൊന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അത് പാളിപ്പോകുന്നത് കണ്ടു. കേരളം വലിയ തോതിൽ ചർച്ചയാവുന്നത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നടനാണ്. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. മനുഷ്യന്റെ ഭാഷയിൽ മനുഷ്യനോട് സംവദിക്കാൻ കഴിയുന്ന ഒരാളാണ്. വേദനിക്കുന്ന ഒരു ചിത്രമായിരുന്നു റഫീഖിൻ്റെത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് വന്നിരിക്കുന്നതും തീർച്ചയായും ഏറ്റവും പക്വതയുള്ളൊരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. ആ വിവാദങ്ങൾക്ക് അവിടെ അവസാനമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നല്ല രീതിയിൽ മനുഷ്യനെയും മനുഷ്യത്വത്തെയും ഒക്കെ വിലക്കെടുത്തുകൊണ്ടുള്ള
മുന്നോട്ട് പോക്കുണ്ടാകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ ഭാവൻ അംബാസിഡർ ആയിട്ടുള്ള ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. 3ാം തവണയും തുടരുമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥവാക്യം. അപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞ ദിവസമാണല്ലോ വന്നത്. മമ്മൂട്ടിയോ മോഹൻലാലോ ഭാവനയോ ഒക്കെ ഒരു വശത്ത് അണിനിരക്കുന്നു. മുൻപ് നമ്മൾ ഇന്നസെന്റിനെയും KPC ലളിതയും ഒക്കെ കണ്ടിരുന്നു. ആ ക്യാമ്പയിനുകൾ പിന്നീട് ഒരു സമയത്ത് ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടാകാതെ ആരാണ് ജയിക്കുന്നത് എന്നതിനപ്പുറത്തേക്ക് വികസനം വലിയ തോതിൽ ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പിൽ ജനം ജനാധിപത്യപരമായി വോട്ട് ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കടുത്ത പോരാട്ടമായിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പോരാട്ടമുണ്ടാവും എന്നുള്ളതാണ്. രണ്ട് പാർട്ടികളെ സംബന്ധിച്ച്, രണ്ട് മുന്നണികളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പ് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് അധികാരത്തിലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടരേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ അനുഭാവികളെയും സംബന്ധിച്ച് വളരെ ആവശ്യമുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം അത് കേന്ദ്രത്തിലും നമ്മളുടെ പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരിൽ നിന്നാണ് രാജ്യസഭയിലേക്കും അംഗങ്ങൾ ഉണ്ടാവുന്നത്. ജോൺ ബ്രിട്ടാസിൻ്റെ പ്രകടനം രാജ്യസഭയിൽ കേരളത്തിലെ ഏതൊരാളും വിലമതിക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് നേരത്തെ വന്ന രണ്ട് പ്രതികരണങ്ങൾ കൂടി പറയാം. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു കടുത്ത ഉപതെരഞ്ഞെടുപ്പുകളോട് കൂടി കണക്കെടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നമുക്കെടുക്കാം. ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ എത്ര ഇടത് സീറ്റുകൾ UDF പിടിച്ചെടുത്തു? ഉപതെരഞ്ഞെടുപ്പിൽ ആകെ ഒരേ ഒരു സീറ്റ് മാത്രമാണ് ഇടതുമുന്നണിക്കുണ്ടായിരുന്ന സീറ്റ് പിടിച്ചെടുത്തത്. ഏതാ? നിലമ്പൂർ. യഥാർത്ഥത്തിൽ നിലമ്പൂർ ഇടതുമുന്നണിയുടെ സീറ്റായിരുന്നോ? നിലമ്പൂർ കോൺഗ്രസിൻ്റെ അനുകൂലമായിട്ടുള്ള സീറ്റായിരുന്നു. അവിടെ PV Anwar എന്ന സ്വതന്ത്രനെ മത്സരിപ്പിക്കുക വഴിയാണ് ആ സീറ്റ് പിടിച്ചെടുക്കുന്നത്. PV Anwar അപ്പുറത്തേക്ക് പോകുന്നു, ആ സീറ്റ് അപ്പുറത്തേക്ക് മറിയുന്നു. അതിനും അപ്പുറം ഇടതുമുന്നണിയുടെ കയ്യിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സീറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചെടുത്തിട്ടുണ്ടോ? ഇപ്പോൾ ചേലക്കര ആയിരുന്നല്ലോ. ചേലക്കരയിൽ ആരാ വിജയിച്ചത്? ചേലക്കരയിൽ എന്തുകൊണ്ടാണ് ഇടതുമുന്നണി വിജയിച്ചത്? വലിയ തരത്തിലുള്ള വേവ് ഉണ്ടായിരുന്നെങ്കിൽ ചേലക്കര മറിയേണ്ടതല്ലേ? മറിഞ്ഞിട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു വേവ് ഇനിയും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ മലയാളിയുടെ ഒരു പൊളിറ്റിക്കൽ ഈഗോയുണ്ട്. കേരളത്തിൽ 1980 ശേഷം സർക്കാരുകളെ മാറി മാറി പരീക്ഷിക്കുന്നത് മലയാളിയുടെ ഒരു പൊളിറ്റിക്കൽ ഈഗോയാണ് എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷണം. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ഗവൺമെൻറ് വരുമെന്നും നിലവിലിരിക്കുന്ന ഗവൺമെൻറ്റിനെ വിമർശനാത്മകമായി വിലയിരുത്തി കൂടുതൽ പ്രതീക്ഷയോടുകൂടി അടുത്ത സർക്കാരിനെ നോക്കിക്കാണുന്നൊരു രീതി 80കൾ മുതലുണ്ട് എന്നുള്ളത് ആലോചിക്കണം. നോക്കൂ, 1980 മുതലുണ്ടായിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുന്നത് 2021-ലാണ്. ആ 2021 ഒരു ഭരണ തുടർച്ച വേണമെന്ന് മലയാളി തീരുമാനിച്ചത് അവൻ്റെ ഈഗോയ്ക്കും അപ്പുറം സ്റ്റേറ്റിനെ അവൻ ഫീൽ ചെയ്തതുകൊണ്ടാണ്. ഭരണകൂടത്തെ അവൻ അറിഞ്ഞതുകൊണ്ടാണ്. അറിഞ്ഞത് എങ്ങനെയാണ്? അവിടെ മുഖ്യമന്ത്രി ഒരു കരുതലായിട്ടുണ്ടാവുന്നു, സ്റ്റേറ്റ് ഒരു കരുതലായിട്ടുണ്ടാവുന്നു. എല്ലാ ക്രൈസിസിലും കേരളത്തിൽ മാത്രമാണ് ചീഫ് മിനിസ്റ്ററിനെ ക്രൈസിസ് മാനേജർ എന്ന പേരുള്ളത്. ക്രൈസിസ് മാനേജറാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളത് ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും കൂടി അംഗീകരിച്ചതാണ്. ഒന്നൊറ്റക്കെട്ടായി നിന്നാണ് നമ്മൾ വലിയ പ്രതിസന്ധികളെ താണ്ടിയത്. ഒരു ക്രൈസിസ് മാനേജറാണ് പിണറായി വിജയൻ എന്നുള്ളതായിരുന്നു 2021 മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടിയ പ്ലസ് പോയിന്റുകളിലൊന്ന്. അതിനെ മറികടന്നത് എന്താ? ശക്തമായി സർക്കാരിനെതിരെ സ്വർണ്ണക്കൊള്ളയുടെ പേരിലുള്ള പ്രചണ്ഡ പ്രചരണം അഴിച്ചുവിട്ട പ്രതിപക്ഷത്തിൻ്റെ തരംഗത്തെ അതിജീവിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അന്ന് 2016 നേടിയ സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുന്നത്. ആ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു കാര്യം ബോധ്യമായി, മലയാളിയുടെ പൊളിറ്റിക്കൽ ഈഗോയ്ക്കും അപ്പുറം മലയാളി രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്നതും സർക്കാരുകളെ വിലയിരുത്തുന്നതും ഒരു പ്രത്യേക പാറ്റേണിലാണ്. നോക്കൂ, 2011 2006 ശേഷം കേരളത്തിൽ UDF വേവ് ഉണ്ടായിട്ടില്ലെന്നേ. 2006 ശേഷം എവിടെയാ UDF വേവ് ഉണ്ടായിരുന്നു? 2011 UDF വേവ് ഉണ്ടായിരുന്നു. 2 സീറ്റിനാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അത് എന്തുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്? അന്ന് ഇടതുമുന്നണിക്കുള്ളിൽ വിശിഷ്യ CPM-നുള്ളിൽ ഉണ്ടായിരുന്ന ആഭ്യന്തര സംഘർഷങ്ങളെ തുടർന്നാണ് പല സീറ്റുകളും നഷ്ടപ്പെടുന്നത്. അതല്ലെങ്കിൽ VS അച്യുതാനന്ദന് തന്നെ ഭരണ തുടർച്ച ഉണ്ടാകുമായിരുന്നു. ആ ഭരണ തുടർച്ചയിൽ ഒരുപക്ഷെ 2011 VS വരുമായിരുന്നു. VS-ഉം പിന്നീട് 2016 2021. അപ്പോൾ 2006 ശേഷം കേരളത്തിലെ നിയമസഭയിലേക്കുള്ള രാഷ്ട്രീയ മത്സരം എന്നുള്ളത് UDF-നെ സംബന്ധിച്ച് വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. അവിടെയാണ് മത്സരിക്കാൻ പോകുന്നത്. എന്നാൽ അവിടെ ഒരു ലെതാർജി ഇല്ലേ? അതായത് ഒരു മടുപ്പ് രൂപപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ മടുപ്പിൻ്റെ പുറത്താണ് ആൻറ്റി ഇൻകുംബൻസി വർക്കൗട്ട് ചെയ്യുന്നത്. എന്താണ് ആൻറ്റി ഇൻകുംബൻസിക്ക് പറഞ്ഞ കാര്യം? നേരത്തെ PSC-യുടെ കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തിയത് ഏത് സർക്കാരിൻ്റെ കാലത്താണ്? 1-ാം പിണറായി സർക്കാരിൻ്റെയും 2-ാം പിണറായി സർക്കാരിൻ്റെയും കണക്കുകൾ പരിശോധിച്ചാൽ മൊത്തം PSC നിയമനം 3,02,202 ഒരു വർഷം 31,815, ഒരു മാസം 2,651, ഒരു ദിവസം 87. ഇത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എവിടെയാണെന്നറിയാമോ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ UDF കാലവുമായിട്ട് കമ്പയർ ചെയ്യണം. നേരെ പകുതി. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? LDF-ൻ്റെ കാലമാകുമ്പോൾ ശരിയാണ്, LP അസിസ്റ്റന്റിൻ്റെ കാര്യത്തിലും ചില ഹയർ സെക്കൻഡറി അധ്യാപകരുടെ കാര്യത്തിലും അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഇന്ത്യയിലെ PSC നിയമനങ്ങൾ നോക്കുമ്പോഴും UPSC നിയമനങ്ങളെ നോക്കുമ്പോഴും പകുതിയിലേറെ നടന്നിരിക്കുന്ന ഒരൊറ്റ സംസ്ഥാനത്താണ്. അത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് എന്നുള്ളത് കാണണം. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇടതിൻ്റെ രാഷ്ട്രീയം ഇന്ന് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് പറയുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത്? അല്ല എന്നാണ് എൻ്റെ പക്ഷം. ഞാൻ 2 വാദങ്ങളെ പറയുന്നുള്ളൂ. ഒന്ന്, ഞാൻ
പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളെ കടമെടുക്കാം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കിനകത്തൊരു അപകടമുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഏത് കേരളത്തെ സൃഷ്ടിക്കുന്നുവെന്ന, ഏത് കേരള മോഡൽ സൃഷ്ടിക്കുന്നുവെന്ന, നിയോ മോഡൽ കേരള സൃഷ്ടിക്കുന്നു എന്നാണ്. നിയോ കേരള മോഡൽ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. തോമസ് ഐസക്കിന്റെ വിശദമായ പോസ്റ്റ് തോമസ് ഐസക്ക് പറയുമ്പോൾ അതിനകത്ത് വളരെ വിശദമായ ഒരു പ്രശ്നം കൂടിയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയോ എന്ന വാക്ക് രണ്ട് അർത്ഥത്തിലും നമ്മൾ ഉപയോഗിക്കും. പോസിറ്റീവായിട്ട് നമ്മളിപ്പോൾ നിയോ പോസിറ്റിവിസം എന്ന സാമൂഹ്യ ശാസ്ത്രത്തിൽ ഒരു ശാസ്ത്രശാഖയുണ്ട്. നിയോ നെറ്റൽ ബേബി എന്ന് നമ്മൾ ശാസ്ത്രത്തിൽ പറയുന്നത് പോലെ. അപ്പോൾ നിയോ എന്ന് പറയുന്നത് ശാസ്ത്രമേഖലയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിലാണെങ്കിൽ, സോഷ്യൽ സയൻസിൽ വിശിഷ്യ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിയോ എന്ന വാക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അതിനൊരു പരിഹാസദ്വിതിയുണ്ട്. അതിനെ ഒരു ആക്ഷേപപരമായിട്ടുള്ള രീതിയിലും വിമർശനാത്മകമായിട്ടും ഉപയോഗിക്കും. ഉദാഹരണത്തിന് നിയോ ലിബറലിസം എന്നുള്ള വാക്കാണ്. തോമസ് ഐസക് അത് വ്യക്തമായി പറയാൻ പോകുന്നു. അതെനിക്ക് പ്രേക്ഷകരോട് പറയേണ്ടത്, അതെങ്ങനെയാണ് ഈ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഈ 5 ഗ്യാരണ്ടികളിലും പ്രതിഫലിക്കുന്നത് എന്നുള്ളത്. ഞാൻ രണ്ട് കാര്യം മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് ഇതിൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കണം. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാചോടാപം കൊണ്ട് ഇതിനെ മറികടന്നിട്ട് കാര്യമില്ല. UDF മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുകയും രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുകയും ചെയ്ത 5 പദ്ധതികളുടെ പിന്നിലുള്ള രാഷ്ട്രീയ തത്വശാസ്ത്രം എന്താണ്? അത് കൃത്യമായും നിയോ ലിബറലായിട്ടുള്ള ആശയമാണ്. അത് കേവലം നിയോ എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് കൊണ്ടല്ല. നിയോ കേരള മോഡൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇപ്പോൾ കേരളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ? നവകേരളം. അതും നിയോ കേരളവും തമ്മിൽ എന്താ വ്യത്യാസം? ആ വാക്ക് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റാത്തത്? കാര്യം LDF ബ്രാൻഡ് ചെയ്തു ആ വാക്ക്. അത് LDF സർക്കാരിൻ്റെ പദ്ധതിയായിട്ട് നവകേരള പദ്ധതികൾ ഓരോന്നായിട്ട് വരുന്നു. അവിടെ UDFന് നവകേരളം എന്ന് ഇനി പറയാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുത്ത വാക്ക് അദ്ദേഹത്തെ ഒരു കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചു. നിയോ കേരള മോഡൽ എന്ന് പറയുമ്പോൾ ന്യൂ ലിബറലായിട്ടുള്ളൊരു ആശയം അതിനകത്തേക്ക് ഇഴുകിച്ചേർന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. ലിബറലിസത്തിൻ്റെ ഉയർന്ന രൂപം എന്ന മട്ടിലല്ല, ലിബറലിസത്തിൻ്റെ മാർക്കറ്റ് എക്കണോമിയുടെ കാലത്തെ വികൃതമായിട്ടുള്ള രൂപം എന്ന നിലയിലാണ് ന്യൂ ലിബറലിസത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത്. അത് ലിബറലിസത്തിൻ്റെ ഏറ്റവും മനോഹരമായ രൂപം എന്നുള്ള അർത്ഥത്തിലല്ല. എന്തായിരുന്നു ലിബറലിസത്തിൻ്റെ ആശയം? ലിബറലിസത്തിൻ്റെ ആശയം പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ വെൽത്ത് ഓഫ് നേഷൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് ആഡം സ്മിത്ത് 18ാം നൂറ്റാണ്ടിൽ 1776 ആ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമം നിലവിൽ വരുന്നതിനുള്ള ഒരു രീതിയായിരുന്നു യഥാർത്ഥത്തിൽ ലിബറലിസത്തിൻ്റെ കാതൽ. അതിനെ മുന്നോട്ട് കൊണ്ടുപോയത് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രത്തിലൊരു ആശയമാണ്. ആ ഇൻഡിവിജ്വലിസത്തെ മാർക്കറ്റ് എക്കണോമിയുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിക്കൊണ്ട് വ്യക്തികളെ ഫ്യൂഡലിസത്തിൻ്റെ എല്ലാ ചങ്ങലക്കെട്ടുകളിലും മോചിപ്പിക്കുക. അതിനൊരു വിമോചനത്തിന്റെ സ്വരം കൂടി ഉണ്ടായിരുന്നു ലിബറലിസത്തിന്. അതുകൊണ്ടാണ് ക്യാപിറ്റലിസത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഫ്യൂഡലിസത്തെ മറികടന്ന് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഒരു വിമോചന ശബ്ദമായിട്ടാണ് അവതരിക്കുന്നത്. എങ്ങനെ? ലിബറലിസത്തിന്റെ രൂപത്തിൽ. അങ്ങനെ വ്യക്തികളെ സ്വതന്ത്രമാക്കുമ്പോൾ മാർക്കറ്റ് എക്കണോമിയിൽ സ്റ്റേറ്റിനെ റെഗുലേറ്ററിന്റെ റോളിൽ നിർത്തിക്കൊണ്ടാണ് പോയിരുന്നത്. ഇതായിരുന്നു അവിടെ സംഭവിച്ചത്. അവിടെ മാർക്കറ്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്വതന്ത്രനാവുക, അവനൊരു സ്വതന്ത്രനായ തൊഴിലാളിയായി മാറുക എന്നതായിരുന്നു ലിബറലിസത്തിന്റെ കാതൽ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നിയോ ലിബറലിസത്തിന്റെ കാലത്തിലേക്ക് വരുമ്പോൾ നോ സ്റ്റേറ്റ് ഓൺലി മാർക്കറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, മിനിമം സ്റ്റേറ്റ് ഇന്റർഫറൻസ് എന്നുള്ളതാണ് നിയോ ലിബറലിസത്തിന്റെ കാതൽ. അവിടെ കോർപ്പറേറ്റ് മാർക്കറ്റ് എക്കണോമിയാണ് വിജയിക്കുന്നത്. അവിടെ വ്യക്തിയുടെ സ്വാതന്ത്ര്യമോ വ്യക്തിയുടെ അവകാശമോ അവിടെ ലിബറലിസം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇല്ലാതാവുകയും കോർപ്പറേറ്റുകളുടെയും മാർക്കറ്റ് എക്കണോമിയും ഫ്രീ മാർക്കറ്റ് ഡ്രിവൺ എക്കണോമിയിലേക്ക് അത് പോവുകയും ചെയ്യും. ഇതാണ് ന്യൂ ലിബറൽ എക്കണോമിയുടെ പ്രശ്നം. ഈ ന്യൂ ലിബറൽ എക്കണോമി അല്ലേ യഥാർത്ഥത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം. ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രശ്നം എന്താ? ഞാൻ ഇന്നലെ അത് ഒരു FB ഗ്രൂപ്പായിട്ടിട്ടിരുന്നു. ഈ ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമേറിയ ഒരു വിഷയം അതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഈ ആരോഗ്യ മേഖലയിലെ ഇൻഷുറൻസ് 25 ലക്ഷം കൊടുക്കും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഒരു ഹൗസ് ഹോൾഡിന് കൊടുക്കും. നമ്മൾ കണക്കെടുത്ത് നോക്കിയപ്പോൾ 85 ലക്ഷത്തിലധികം ഹൗസ് ഹോൾഡ് ഉണ്ട്. കൃത്യമായ കണക്കുണ്ടെങ്കിൽ 90 ലക്ഷത്തോളം വരുമെന്നുള്ളതാണ്. കാരണം നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരം 77 ലക്ഷത്തിലധികം ഹൗസ് ഹോൾഡ്സ് കുടുംബങ്ങളുണ്ട്. വ്യക്തികൾക്കല്ല, കുടുംബത്തിലാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് 25 ലക്ഷം. ഇപ്പോൾ 42 ലക്ഷം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം കാസ്റ്റ് അഷുറൻസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഇൻഷുറൻസ് അല്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇൻഷുറൻസ് വന്നാൽ നിങ്ങളൊരു സ്വകാര്യ ഏജൻസിയെ സമീപിച്ച് നിങ്ങൾക്ക് അവിടെ ഒരു പ്രീമിയം അടച്ച് അത് സാധൂകരിക്കണം. നോക്കൂ, ഒരു കുടുംബത്തിൽ അതായത് 70 വയസ്സിനും 60 വയസ്സിന് മുകളിലുള്ളവരുണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയം സ്വാഭാവികമായി കൂടും. 70 വയസ്സിനും 80 വയസ്സും 90 വയസ്സും ഉള്ളവർ വാങ്ങുമ്പോൾ റിസ്കിൻ്റെ സാധ്യത അനുസരിച്ച് പ്രീമിയത്തിൻ്റെ തോതും കൂടും. അതാണ് ഒരു ഇൻഷുറൻസിൻ്റെ മാർക്കറ്റിൻ്റെ ലോജിക്ക്. പക്ഷേ ഇത്രയും അധികം വരുന്നത് കൊണ്ടും സ്റ്റേറ്റ് തന്നെ ഏജൻസി ആയിട്ട് വരുന്നത് കൊണ്ടും കോമ്പറ്റീറ്റീവ് ബിഡിങ്ങിൽ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ ഏറ്റവും കുറഞ്ഞ പ്രീമിയം നിശ്ചയിച്ചാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് 15,000-ൽ താഴെ വരാനുള്ള സാധ്യതയില്ല. അങ്ങനെ 15,000-ൽ താഴെ സ്റ്റേറ്റ് പ്രീമിയം കൊടുത്ത് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഓരോ കുടുംബത്തിനും ഏർപ്പെടുത്തുമ്പോൾ എത്ര വരും എന്നുള്ളതിൻ്റെ കണക്ക് നില ഞാൻ കൂട്ടി. മൊത്തം അത് 12,750 കോടി രൂപ വരും. 85
ലക്ഷം കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ ഇൻഷുറൻസിന് വേണ്ടി 15,000 രൂപ ഒരു വർഷം സ്റ്റേറ്റ് പ്രീമിയമായിട്ട് അടച്ചാൽ അതിൽ തുക 12,750 കോടി രൂപ വരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയോ കേരളത്തിലെ ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത് എത്രയാണെന്ന്? കേരളത്തിന്റെ ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ചത് കഴിഞ്ഞ വർഷം അത് 10,431 കോടി രൂപയാണ്. 10,431 കോടി രൂപയുടെ ബഡ്ജറ്റ് ആരോഗ്യ മേഖലയ്ക്ക് നമുക്കുള്ളൂ. അവിടെയാണ് രാഹുൽ ഗാന്ധി വന്ന് പറയുന്നത് 12,750 കോടി രൂപയുടെ പ്രീമിയം അടയ്ക്കാൻ പോകുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി ആരോഗ്യ മേഖലയിൽ നടപ്പാക്കാൻ പോകുന്നു. ആരോഗ്യ മേഖലയിൽ മൊത്തം 10,000 കോടിയേ ഉള്ളൂ. അവിടെയാണ് 12,000 കോടിയുടെ ഇൻഷുറൻസ് നടപ്പിലാക്കാൻ പോകുന്നു. എങ്ങനെ? പ്രീമിയത്തിന്റെ മാത്രം കണക്കിലെടുത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. ഇത് ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താനാണോ? അല്ല എന്നത് വ്യക്തമല്ലേ? എവിടെയാണ് മെഡിക്കൽ കോളേജുകളുടെ ശാക്തീകരണം നടക്കുക? നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ 90% ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളായിട്ട് മാറിയിട്ടില്ലേ? അത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടിക തന്നെ ഇപ്പോൾ മികച്ച ക്ലിനിക്കുകളായിട്ട് മാറിയിട്ടില്ലേ? മോഹൻലാൽ ക്ലിനിക്കിന്റെ മാതൃകയിൽ നമ്മുടെ താലൂക്ക് ആശുപത്രികളെ നവീകരിച്ചില്ലേ? കാത്ത് ലാബുകൾ കൊണ്ടുവന്നില്ലേ? മെഡിക്കൽ കോളേജുകൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് പ്രവർത്തിച്ചില്ലേ? ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തും? 10,000 കോടി രൂപ മാത്രം ബഡ്ജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. അപ്പോൾ പറയും ഞങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ പണം നീക്കിവെക്കാം. ഏത് മേഖലയിൽ എവിടെ നിന്ന് കണ്ടെത്തും? കിഫ്ബി നിങ്ങൾ വേണ്ടെന്ന് വെച്ചതാണ്. ആകാശ കുസുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ആരോഗ്യ മേഖല മുഴുവൻ പൊളിഞ്ഞിട്ട് സ്വകാര്യ മേഖലയിലേക്ക് വരും. അതായത് ഇവിടെയാണ് വി.ഡി. സതീശൻ പറഞ്ഞ നിയോ കേരള മോഡൽ എന്നുള്ളത്. ഞങ്ങൾ പൊതുജനാരോഗ്യ രംഗത്തെ കൈവിട്ട് ഇൻഷുറൻസിലേക്ക് കേരളത്തെ ഏൽപ്പിക്കാൻ പോകുന്നു. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളും സ്വകാര്യ ആശുപത്രികളിലേക്കും കേരളത്തെ ഏൽപ്പിക്കാൻ പോകുന്നു എന്നാണോ പ്രതിപക്ഷം പറഞ്ഞത്? പ്രതിപക്ഷമാണ് അതിന് മറുപടി പറയേണ്ടത്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് 10,000 കോടി രൂപ മാത്രം കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ബഡ്ജറ്റ് വിഹിതമുള്ള നമ്മുടെ സംസ്ഥാനത്ത് 12,500 കോടി രൂപയുടെ 12,750 കോടി രൂപയുടെ ഒരു വലിയ ഇൻഷുറൻസ് സ്കീം എങ്ങനെയാണ് പ്രഖ്യാപിക്കുക? അങ്ങനെ ഒരു ഇൻഷുറൻസ് കൊണ്ടുവരുന്നത് കൊണ്ട് കേരളത്തിലെ പൊതു ആരോഗ്യ മേഖലയ്ക്ക് എന്ത് ഗുണം? ഈ ഇൻഷുറൻസ് സ്വകാര്യ കമ്പനികൾ മാത്രമല്ല, അത് ചികിത്സിക്കുന്ന സ്വകാര്യ ആശുപത്രികൾക്കല്ലാതെ പൊതുജനാരോഗ്യ സംവിധാനത്തെ മെച്ചപ്പെടുത്തുമോ? നിങ്ങളുടെ വാർഡിൽ, നിങ്ങളുടെ പഞ്ചായത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് എത്ര വിഹിതം കിട്ടും? ഇനി താലൂക്ക് ആശുപത്രികൾ മെച്ചപ്പെടുമോ? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടാകുമോ? ജനറൽ ഹോസ്പിറ്റലുകളിൽ ശസ്ത്രക്രിയകൾ നടക്കുമോ? ഹൃദയമാറ്റ ശസ്ത്രക്രിയകളും കരളുമാറ്റ ശസ്ത്രക്രിയകളും നടക്കുമോ? കാത്ത് ലാബുകൾ കൂടുതൽ വരുമോ? പണം എവിടെ നിന്ന് വരും സാർ? ഇതാണ് ചോദ്യം. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്, നേരത്തെ പറഞ്ഞല്ലോ ഈ KSRTCയുടെ കാര്യം. ഞാനൊരു വാചകം വായിക്കാം. KSRTCയെ ലാഭത്തിലാക്കിയതിനു ശേഷമാണല്ലോ ഇതൊക്കെ നടപ്പിലാക്കേണ്ടത്. കാരണം KSRTC ഉണ്ടെങ്കിലല്ലേ സൗജന്യം കൊടുക്കാൻ പറ്റൂ. UDFിന്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞൊരു വാചകം, ടു കോട്ട് ആര്യാടൻ മുഹമ്മദ്, 90 കോടിയോളം മാസാന്തം നഷ്ടം KSRTCക്ക് വരും. ഒരു നിലയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാ ഡൽഹിയിൽ പോകുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഇതിനെന്തൊരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ ഞാൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ ഈ KSRTC എന്ന് പറയുന്നത് തനിയെ നിന്നേക്കും. അത് സംഭവിക്കാൻ പോവുകയാണ്. പറഞ്ഞത് UDFിൻ്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദ് എന്ന മന്ത്രി. അപ്പോൾ UDFിൻ്റെ കാലത്ത് പരമാവധി കുളമാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല, 90 കോടി രൂപ നഷ്ടം വരുത്തി വെച്ച UDF വന്നു പറയുകയാണ് ഇപ്പോൾ ലാഭത്തിൽ, LDF സർക്കാരിൻ്റെ കാലത്ത് ലാഭത്തിലായ KSRTCയിൽ സ്ത്രീകളെ സംബന്ധിച്ച് സൗജന്യ യാത്ര കൊടുക്കും എന്നുള്ളത്. അത് പ്രേക്ഷകർ തീരുമാനിക്കുക. ഒറ്റ കാര്യം കൂടി പറയാം. ഈ വലിയ വികസന പദ്ധതികളുടെ പേരിൽ, കിഫ്ബിയുടെ പേരിൽ നിലപാടെടുത്ത പ്രതിപക്ഷത്തിന് ഇപ്പോൾ കിഫ്ബിയെക്കുറിച്ചൊരു മനമാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ അഭിമുഖത്തിൽ പറയുന്നത് കിഫ്ബി പദ്ധതിയൊന്നും നിർത്താൻ പോകുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. എന്തേ ഈ മനമാറ്റം? കിഫ്ബി പദ്ധതി വന്നപ്പോൾ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. ആകാശകുസുമം എന്നല്ലേ അങ്ങ് വിശേഷിപ്പിച്ചത്? പ്രതിപക്ഷം വിശേഷിപ്പിച്ചത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമെന്നായിരുന്നില്ലേ? CAGക്കും EDക്കും ഈ കിഫ്ബിയുടെ മുറ്റത്ത് വന്ന് അവർക്കെതിരെ കേസെടുക്കാനും ആരോപണം ഉന്നയിക്കാനുമുള്ള അവസരം തുറന്നു കൊടുത്തത് ഇവിടുത്തെ പ്രതിപക്ഷമല്ലേ? ഇന്ന് 90,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കിഫ്ബിയുടെ അക്കൗണ്ടിലല്ലേ? ഇപ്പോൾ കിഫ്ബിയെ പ്രതിപക്ഷത്തിന് പുച്ഛമില്ല. ഇപ്പോൾ കിഫ്ബി മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ല, യാഥാർത്ഥ്യമായി. പെരുമ്പളം പാലം പോലെ, തുരങ്കപാത പോലെ, ദേശീയപാത പോലെ, കേരളത്തിൽ യാഥാർത്ഥ്യമായ ഓരോ സ്കൂൾ കെട്ടിടങ്ങൾ പോലെ, ആശുപത്രി കെട്ടിടങ്ങൾ പോലെ ഓരോ MLAയുടെയും വികസന പദ്ധതിയിൽ കിഫ്ബിയുടെ ഒപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ആകാശകുസുമല്ല, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നവുമല്ല. എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ നിയോ ലിബറലായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രവുമായി മുന്നോട്ട് പോകുന്ന ഈ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒട്ടും ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാശയമേ അല്ല എന്നതാണ് എൻ്റെ ടേക്ക്. ഈ വിഷയത്തിൽ വലിയ പോരാട്ടമൊക്കെ നടക്കും. ആ പോരാട്ടം ജനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വികസനം തുടരുക, ആരെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, നമ്പേണ്ടത് ആരെ എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ആൻഡ്രൂ അഗസ്റ്റിൻ, വലിയ പോരാട്ടമായിരിക്കുമോ? വലിയ പോരാട്ടമായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, 2018 കാരണം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ടാമത്തെ വർഷമാണ് കേരളത്തിൽ പ്രളയം സംഭവിക്കുന്നത്. 2018 പ്രളയം സംഭവിക്കുന്നു. പ്രളയം സംഭവിക്കുമ്പോൾ ആദ്യം വരുന്ന ടാഗ്ലൈൻ എന്ന് പറഞ്ഞാൽ റീബിൽഡ് കേരളയാണ്. റീബിൽഡ് കേരള, പുനരുദ്ധരിക്കും കേരളത്തെ. കാരണം മുഴുവൻ പ്രളയം വന്ന് നശിച്ച കേരളത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് കേരളത്തെ പുനരുദ്ധരിച്ചു. അതിനുശേഷം വരുന്നതാണ് നവകേരളം.
മനസ്സിലായോ? അപ്പം എല്ലാത്തിനും ഒരു പ്ലാനിങ് നമ്മൾ കാണുന്നുണ്ട്. റീബിൽഡ് കേരള, റീബിൽഡ് വയനാട്. എന്താണ് റീബിൽഡ് വയനാട് നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ. എന്താണ് റീബിൽഡ് വയനാട് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായല്ലോ. റീബിൽഡ് വയനാട് എന്താണെന്നും റീബിൽഡ് കേരള എന്താണെന്നും നവകേരള എന്താണെന്നും എല്ലാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതിനൊന്നും പുതിയ വാക്കുകളോ പുതിയ വാചാടകങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും എങ്ങനെയാണിത് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കേന്ദ്രത്തിൽ BJPക്കെതിരെ പറയുകയാണ്, BJP EDനെ ഉപയോഗിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ മുഴുവൻ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. അവരെ ED അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമ്പോൾ അത് പരാതിക്കാരൻ കോൺഗ്രസ്സാണ്. ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഇതേ വാക്കുകൊണ്ട് അതേ പറഞ്ഞ നാവ് കൊണ്ട് കേരളത്തിൽ വന്നിട്ട് പറയുകയാണ്, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി EDനെ വെച്ച് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുകയാണ്. രണ്ടും ഒരേ വാക്കാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്, ഇന്ത്യ ഭരിക്കുന്ന പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു നിലപാടല്ലേ പാടുള്ളൂ. ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഒരു നിലപാടും, തെലങ്കാനയിൽ ചെല്ലുമ്പോൾ വേറെ നിലപാടും, കർണാടകയിൽ വരുന്ന നിലപാടും, കേരളത്തിൽ വരുന്ന നിലപാടും വേറെ ആവാൻ പാടില്ലല്ലോ. മൂന്ന് നിലപാടാണ്. അപ്പം ഞാൻ പറയുന്നത്, കേരളത്തിൽ വരുമ്പോൾ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. അപ്പോൾ ഇവരെ എതിർ പാർട്ടി എന്ന് പറയുന്നത് BJP അല്ല, അവിടെ CPM ആണ്, അല്ലെങ്കിൽ ഇടതുപക്ഷമാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ED വെച്ചിട്ട് CPMനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഡൽഹിയിൽ ചെല്ലുമ്പോൾ കെജ്രിവാളാണ് ഇവർക്കെതിരെ. അപ്പോൾ കെജ്രിവാളിനെ എന്തുകൊണ്ട് EDനെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അറസ്റ്റ് ചെയ്യില്ല പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം, അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഈ അഴിമതി ആരോപണം എന്ന് പറയുന്നത് ഉന്നയിക്കേണ്ട കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയല്ലേ? ഉന്നയിക്കുന്നുണ്ടോ? അല്ല, കെജ്രിവാളിന്റെ കാര്യം എന്തിനാ ഞാൻ ഇല്ലാത്ത ഇന്ന് ഹൈക്കോടതി ചവിട്ടിയോട്ടയിലുള്ള കേസിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. അവിടുത്തെ സുപ്രീം കോടതി എടുത്ത് അല്ലെങ്കിൽ ഹൈക്കോടതി എടുത്ത് ചവിട്ടിയോട്ടയിൽ ഇട്ടു. അങ്ങനെ ഒരു കേസ് തന്നെ ഇല്ല എന്ന് പറഞ്ഞ് ആ അഴിമതി ആരോപണം തന്നെ ഇല്ല. ആ അഴിമതി ആരോപണം കോൺഗ്രസ് ഉന്നയിച്ച അഴിമതി ആരോപണം തന്നെ ഇന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ പറയുന്നത്, ഇതിനൊരു ഹോംവർക്ക് വേണ്ടേന്ന്. നമ്മൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ഭരണപക്ഷം എന്നുള്ളതല്ലല്ലോ പ്രതിപക്ഷം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്തിന് ഉചിതമായി പ്രവർത്തിക്കുക, അതാണ് പ്രതിപക്ഷം. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് പ്രതിപക്ഷത്താണ്. ഞാൻ ആ പ്രതിപക്ഷത്തിൽ വൃത്തിയായി പണിയെടുത്ത് വൃത്തിയായി പ്രതിപക്ഷത്തിന് ജോലി ചെയ്താൽ ജനങ്ങൾ ഭരണപക്ഷത്ത് എത്തിക്കോളും. അല്ലാതെ ഇലക്ഷൻ വരുമ്പോൾ ഒരു ഭരണപക്ഷമാവാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം പ്രവർത്തിക്കുകയാണോ വേണ്ടത്? അതല്ലല്ലോ വേണ്ടത്. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനവും, കർണാടകയെ സംബന്ധിച്ചൊരു തീരുമാനവും, തെലങ്കാനയെ സംബന്ധിച്ചൊരു തീരുമാനം ആവാൻ പാടില്ലല്ലോ. അങ്ങനെ പാടുമോ? അതൊരു ശൈലിയാണോ? ആ ശൈലിയാണോ ഉപയോഗിക്കേണ്ടത്? ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞു ഈ 25 ലക്ഷം രൂപ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു. 3.5 കോടി ജനങ്ങൾക്ക് കൊടുക്കണമല്ലോ ഇൻഷുറൻസ്. ഈ പറയുന്ന 1 കോടിയോ 85 ലക്ഷമോ 90 ലക്ഷമോ വീടുകളാണെങ്കിൽ തന്നെ 3.5 കോടി ജനങ്ങൾക്ക് വേണമല്ലോ, കൊടുക്കണമല്ലോ. അപ്പം അതിൻ്റെ അകത്ത് 50 വയസ്സിന് മേലേക്കുള്ളവർ എത്ര പേരുണ്ടാവും? 1 കോടി ആൾക്കാരുണ്ടാവുമല്ലോ. അവരുടെ ഇൻഷുറൻസ് പ്രീമിയം അരുൺ സാർ പറഞ്ഞിടത്ത് നിൽക്കത്തില്ല. ഈ 25 ലക്ഷം രൂപേനെ കണക്ക് ചെയ്യുമ്പോൾ എന്താ അറിയോ? ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് 5 ലക്ഷം എന്നല്ല കേട്ടോ, 25 ലക്ഷം എല്ലാവർക്കുമാണ്. ഒരു പൗരന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് വരും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ അതെടുത്ത് കാൽക്കുലേറ്റ് ചെയ്യിച്ചു. ഞാനൊരു ഇൻഷുർ കമ്പനീൻ്റെ കേരളത്തിലെ ഹെഡിനെ വിളിച്ച് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു പൗരന് 25 ലക്ഷം രൂപ ഇൻഷുറൻസ് കൊടുക്കണമെങ്കിൽ മിനിമം 25,000 തുടങ്ങി 35,000 രൂപ വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 3.5 കോടി ജനങ്ങളെ 3.5 കോടി ഇൻറ്റു 25,000 35,000 കൂട്ടണം. ഇത് ഡിവൈഡഡ് ബൈ 12 ഇട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞ പോലെ എത്തും. പക്ഷെ അങ്ങനെ പറ്റത്തില്ല. കേരളത്തിലെ ഓരോ പൗരന് ഒരു വീട്ടിൽ 25 ലക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ 3 പേരുണ്ടെങ്കിൽ അത് 7 കാണിക്കാൻ പറ്റില്ലല്ലോ. ഒരാൾക്ക് 25 ലക്ഷത്തിന് എൻ്റെ പ്രീമിയം കൊടുക്കണ്ടേ? അങ്ങനെ പോലും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വേറൊരു കാര്യം ചോദിച്ചു കേട്ടോ. ഞാൻ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണോ ഈ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, പ്രധാനപ്പെട്ട നേതാവാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട, ഡിസ്കസ് ചെയ്യാൻ കേരളത്തിലെ ഇലക്ഷനിൽ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള നേതാവിനോട് ഞാൻ ചോദിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? ഞാൻ ആ സ്റ്റേജിൽ ഇരുന്നിട്ടാണ് കേട്ടത്. എന്നോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ അതിനകത്ത് കൂട്ടിയും കുറച്ചൊന്നുമല്ല. ഞാൻ ആ സ്റ്റേജിൽ, കാരണം അവരൊക്കെ അന്താളിച്ച് പോയി 25 ലക്ഷത്തിൻ്റെ വാക്ക് കേട്ടിട്ട്. എന്നാൽ നിങ്ങളൊരു 25,000 35,000 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ 3.5 കോടി ജനങ്ങൾക്ക് 10-75 കോടി രൂപ വേണമെന്നേ. ഞാൻ പറയുന്നത് ഇതൊന്നും നടപ്പിലാകാത്ത കാര്യമില്ല. പിന്നെ ഇനി അങ്ങനെ നടപ്പിലാക്കിയെന്ന് വെക്കുക, നടപ്പിലാക്കി എന്താ സംഭവിക്കുന്നറിയോ? കേരളത്തിലെ ആരെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമുണ്ടോ? ജനങ്ങൾ മുഴുവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകും. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്താ ചെയ്യുക? പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് അവൻ ടോക്കൺ അടിസ്ഥാനത്തിൽ കൊടുക്കും.
എവിടെ കൊടുക്കുന്നത് പോലെ ലണ്ടനിലും അമേരിക്കയിലൊക്കെ നിങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടോളൂ, 2 ആഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടോളൂ എന്നുള്ള പ്രശ്നം ഉണ്ടായത് എന്താ പറയുമോ? അവിടെ മരിക്കുന്നത് പോലെ ഇൻഷുറൻസ് കുത്തകകളാണ്. ആ കുത്തകകളെ കൊണ്ടാണ് ഇന്ത്യയിൽ പുറത്ത് ഈ പ്രധാനപ്പെട്ട വികസന രാജ്യങ്ങളിലെല്ലാം ഈ പറയുന്ന മെഡിക്കൽ മേഖല തകർന്നു കിടക്കുന്നത്. കാരണം എന്താണ്? അറ്റാക്ക് വന്ന മനുഷ്യനോട് പറയുന്നത് എന്താ അറിയോ? ഡോക്ടർ ഫ്രീ അല്ല, നിങ്ങൾ അടുത്ത ആഴ്ച വന്നോളൂ എന്ന് പറയുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പോകുന്നത് പൈസക്കാർക്ക് അവിടെ പോകാൻ കൊതിയാണെന്നാണ്. അല്ല, ഞാൻ പറയുന്നത് പല സ്ഥലങ്ങൾ ഞാൻ പറയുന്നത് ഇത് വികസിപ്പിച്ചെടുക്കണമെന്നേ. ഞാൻ പറയുന്നത് കേരളത്തിൽ 50 ലക്ഷം കോടിയൊന്നും അട്ടി വെച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ വികസിപ്പിച്ചെടുക്കണം. ഞാൻ പറയുന്നത് എങ്ങനെയാണോ KSRTC വികസിപ്പിച്ചെടുത്തത്, എങ്ങനെയാണോ ഹോസ്പിറ്റലുകൾ വികസിപ്പിച്ചെടുത്തത്, എങ്ങനെയാണോ ഈ പറയുന്ന നമ്മുടെ സർക്കാർ സ്കൂളുകൾ 45,000 ഹൈടെക് സ്കൂളുകളാക്കി മാറ്റിയത്, ഇങ്ങനെ ഓരോ സംവിധാനങ്ങളെ വികസിപ്പിച്ചെടുത്തല്ലേ കൊണ്ടുവരിക. എങ്ങനെയാണ് റീബിൽഡ് കേരള ഉണ്ടായത്? ആ റീബിൽഡ് കേരള എങ്ങനെയാണ് നാഷണൽ ഹൈവേ ഉണ്ടായത്? എങ്ങനെയാണ് വിഴിഞ്ഞം പ്രൊജക്റ്റ് ഉണ്ടായത്? അപ്പം ഞാൻ പറയില്ലേ, ഇന്നലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയാണ്, ഈ പിണറായി സർക്കാർ എന്തിനാണ് തുരങ്കപാതയ്ക്ക് പിന്നെ ഫസ്റ്റ് ബ്ലാസ്റ്റിന് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ വീക്ഷണത്തിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനം ചെയ്ത് പിണറായി വിജയൻ അല്ലേ? അതല്ലേ ചെയ്യേണ്ടത്? അതാണ് ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത്, അടുത്ത ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ 2031 ഇലക്ഷൻ വരുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഏതാന്ന് പറയുന്നത് ഈ വയനാട് തുരങ്കപാതയായിരിക്കും. അതിന് ദീർഘവീക്ഷണം വേണ്ടേ? അത് അടുത്ത 31 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ലല്ലോ. ഇതെന്ന് പറയുന്നത് കേരളത്തിലെ ആ ഒരു 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ സ്വപ്ന പദ്ധതിയാന്നേ. ജനങ്ങൾ ഇന്ന് പെരുമ്പടം പാലത്ത് 12,000 ജനങ്ങൾക്ക് വേണ്ടി 106 കോടി രൂപ സ്പെൻഡ് ചെയ്തു. വെറും 12,000 ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ദ്വീപ്, 12,000 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരു വലിയ കായലിന് കുറുകെ ഇത്രയും വലിയൊരു പാലം പണിയേണ്ട കാര്യമുണ്ടോ? അപ്പം നോർമലി ചോദിക്കാമല്ലോ, ഇത്രയും കടക്കണിയിലുള്ള സർക്കാർ ഈ 100 കോടി അവിടെ കൊടുക്കുന്നതിനേക്കാളും ഭേദം ഇതിനേക്കാളും ബാധിക്കുന്ന കുറേ പേര് ഇവിടെ ഇല്ലേ? ഇവർക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിക്കായിരുന്നോ? അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? 12,000 ആൾക്കാർ നമുക്ക് വലുതാണെന്നേ. ഒരു ചെറിയ സംവിധാനം എന്ന് പറയുന്നത് വലുതാണ്. പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പറഞ്ഞ ജോലിയുടെ കാര്യം, PSCയുടെ കാര്യം. PSC എന്ന് പറയുന്ന സാധനം ശരി, നിങ്ങൾക്ക് ഇത്രയും ആൾക്കാർക്ക് ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റ് നഷ്ടപ്പെടാതിരിക്കാനാന്നേ 40 വയസ്സ് വരെ നീട്ടിയത്. അവർക്ക് ഇനിയുണ്ട് പുതിയ എക്സാം എഴുതിയിൽ 40 വയസ്സ് വരെ ഇനി എക്സാം എഴുതാം. ഞാൻ പറയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ അറിയോ? 56-ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആകുകയല്ലേ അല്ലേ? 40-ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറുന്ന ഒരാൾ എത്ര വർഷം വർക്ക് ചെയ്യണമെന്നറിയോ? വെറും 15-16 വർഷം വർക്ക് ചെയ്താൽ മതി. ഈ 16 വർഷം വർക്ക് ചെയ്താൽ അവൻ്റെ ജീവിതാവസാനം വരെ പെൻഷൻ കിട്ടുകയാണ്. മനസ്സിലായി? ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ എതിരാട്ടോ, പേഴ്സണലി ഞാൻ എതിരാണ്. പക്ഷേ ഈ പറഞ്ഞ എനിക്ക് ജോലി കിട്ടുമെന്ന് സർക്കാർ വിശ്വാസം അർപ്പിച്ച ആൾക്കാരുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അടുത്തൊരു സംവിധാനത്തിലേക്ക് മാറ്റിയെന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞത് മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ സർക്കാർ നോക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഇതൊന്നും ചെയ്യാതെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് അല്ല ഒരു PSCയുടെ പ്രായപരിധി കൂട്ടുന്നതിൽ യുവജനങ്ങൾക്ക് വലിയ ആശങ്ക. കാരണം ഒരാളുടെ ഞാൻ എതിരാന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞറിയോ, ഒരു വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരാൾക്ക് പോലും അതൊരു വിശ്വാസക്കേടാകരുതെന്ന് വിചാരിക്കുന്ന ഒരു സർക്കാർ ഉള്ളതുകൊണ്ടാണ് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, നമുക്ക് കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാർക്ക് സർക്കാർ ജോലി കൊടുക്കാൻ പറ്റില്ലല്ലോ. പറ്റത്തില്ല. 5% ഞാൻ പറയുന്നത് വളരെ കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ അർത്ഥമില്ലാന്നേ. കേരളത്തിൽ അതിനനുസരിച്ച് വികസനം വരുന്നുണ്ടെന്ന് ഞാൻ ഇന്നലെ പിന്നെ നമ്മുടെ വ്യവസായ വകുപ്പിന്റെ കേരളത്തിലെ ഇൻവെസ്റ്റ്മെന്റ് നോക്കുമായിരുന്നു. കേരളത്തിലെ വ്യവസായ വകുപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അറൗണ്ട് 40,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കേരളത്തിൽ വന്നേക്കണം. 40,000 കോടിയാണ്. എന്നാൽ നമ്മുടെ ബഡ്ജറ്റിൻ്റെ 1/3 ഭാഗം ബഡ്ജറ്റിൻ്റെയൊക്കെ പുറത്തായിട്ട് പ്രൈവറ്റ് കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അപ്പോൾ ഇതേ സമയത്ത് 2016-11 കാലത്ത് ഞാൻ നോക്കുമായിരുന്നു എത്രയാണ് ആ സമയത്ത് എത്ര ഉണ്ടായിരുന്നത്. അവിടെ 8,000 തുടങ്ങി 10,000 വരെയാണ്. എന്ന് പറഞ്ഞാൽ 4 ഇരട്ടി. അപ്പോൾ ഓരോ സ്ഥലത്തും ഇതാണ് മൊത്തത്തിലുള്ള വികസനം. ഇതിനാണ് നവകേരളം എന്ന് പറയുക. ഇതിനെയൊക്കെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ ഇത് പിന്നെ വേറെ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഈ 5 ആദ്യം പ്രഖ്യാപിക്കുക, അത് കഴിഞ്ഞിട്ട് കുറച്ചെണ്ണം പ്രഖ്യാപിക്കുക, അത് കഴിഞ്ഞ് കുറച്ചെണ്ണം പ്രഖ്യാപിക്കുക. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്തിനാണ് കാരണം എന്നറിയോ? വേറെ ഒന്നും ഈ സമയത്ത് പറയാനില്ലാത്തതുകൊണ്ടാണ്. ഈ സമയത്ത് ഇലക്ഷന് തൊട്ട് മുമ്പ് അഴിമതി ആരോപണം ഇല്ലല്ലോ. അഴിമതി ആരോപണം പറയേണ്ട സമയമല്ലേ ഇപ്പോൾ? അതില്ലാത്തതുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. എന്നിട്ട് അതുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക എന്ന് പറയുകയാണ്. വലിയ പോരാട്ടമോ എന്നുള്ളതാണ് ചോദ്യം. 5 പേരുടെ അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.